നമസ്കാരം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യക്കെതിരായ ബിനാമി ഇടപാട് പരാതികളിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന സർക്കാർ തീരുമാനം വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. അതിനിടെ ദിവ്യ BJPയിലേക്ക് ചേക്കേറാൻ നീക്കം നടത്തിയെന്ന ഗുരുതര ആരോപണവുമായി KSU രംഗത്ത് വന്നിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന ദേശീയ നേതാക്കളുമായി ദിവ്യ ചർച്ചകൾ നടത്തിയെന്നും ഈ നീക്കത്തെ ഭയന്നാണ് ബിനാമി ഇടപാട് പരാതികളിൽ സർക്കാർ അവർക്ക് ധൃതി പിടിച്ച് ക്ലീൻ ചിറ്റ് നൽകിയതെന്നുമാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമാസ് ആരോപിക്കുന്നത്. CPMലെ ഭാവി അനിശ്ചിതത്വത്തിലായതോടെയാണ് ദിവ്യ പുതിയ രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ദിവ്യക്കെതിരായ അഴിമതി ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന സർക്കാർ തീരുമാനം അഴിമതിക്കാരെ സംരക്ഷിക്കാനാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ വിവിധ കരാറുകളിൽ ദിവ്യ ഇടപെട്ടതിന് തെളിവില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ കൃത്യമായ അന്വേഷണം നടന്നാൽ പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ ബിനാമി ഇടപാടുകൾ പുറത്തുവരുമെന്ന് ഭയന്നാണ് അന്വേഷണം അട്ടിമറിക്കുന്നതെന്നാണ് ഷമാസ് കുറ്റപ്പെടുത്തുന്നത്. അന്വേഷണത്തിൽ നിന്ന് ദിവ്യയെ ഒഴിവാക്കി ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കുന്ന വിചിത്രമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്കെതിരായ കേസുകളിൽ അനുകൂല തീരുമാനമുണ്ടാക്കാൻ പാർട്ടിയെയും നേതാക്കളെയും ഭീഷണിപ്പെടുത്തി ക്ലീൻ ചിറ്റ് നേടിയെടുക്കാനാണ് ദിവ്യ ശ്രമിച്ചതെന്നും ഷമാസ് കുറ്റപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ബിനാമി ഇടപാടുകൾ നടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്ന് ശനിയാഴ്ചയാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. കരാറുകളിൽ ദിവ്യ നേരിട്ടിടപെട്ടതിന് തെളിവില്ലെന്നാണ് വിജിലൻസ് യൂണിറ്റിന്റെ കണ്ടെത്തൽ. നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായതായി സമ്മതിക്കുമ്പോഴും അതിന്റെ ഉത്തരവാദിത്തം മുൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മേൽ മാത്രം കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട്. അന്വേഷണം നടന്നാൽ CPM ഉന്നത നേതാക്കളുടെ ബിനാമി ഇടപാടുകൾ പുറത്തുവരുമെന്ന ഭയമാണ് സർക്കാരിനെ പിന്നോട്ടടിപ്പിക്കുന്നതെന്നാണ് മുഹമ്മദ് ഷിമാസ് ആരോപിക്കുന്നത്. പാലക്കയം തട്ടിലെ ഭൂമി ഇടപാട്, ജില്ലാ ആശുപത്രിക്ക് സമീപം നടന്ന ഭൂമി ഇടപാടുകൾ എന്നിവയിൽ സർക്കാർ മൗനം പാലിക്കുന്നത് സംശയാസ്പദമാണ്. സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും KSU വ്യക്തമാക്കുന്നു. ഹൈക്കോടതി വിധി പ്രകാരം സർക്കാർ തീരുമാനം തൃപ്തികരമല്ലെങ്കിൽ ഹർജിക്കാരന് വീണ്ടും കോടതി സമീപിക്കാമെന്ന വ്യവസ്ഥയുണ്ട്. ഇതനുസരിച്ച് ദിവ്യക്കെതിരെ കേസെടുത്ത് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഉടൻ തന്നെ കോടതിയിൽ ഹർജി നൽകുമെന്നും ഷമാസ് വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ദിവ്യ ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തികൾ ബിനാമി കമ്പനിക്ക് നൽകിയെന്ന പരാതി കഴിഞ്ഞ വർഷമാണ് മുഹമ്മദ് ഷമാസ് വിജിലൻസിന് കൈമാറുന്നത്. കമ്പനിയുടെ ഡയറക്ടറും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് കണ്ണൂരിലെ ടൂറിസം കേന്ദ്രമായ പാലക്കയം തട്ടിൽ 4 ഏക്കറോളം ഭൂമി വാങ്ങിയെന്നും കണ്ണൂർ ടൗണിൽ കെട്ടിട നിർമ്മാണം സാധ്യമല്ലാത്ത സ്ഥലത്ത് ന്യായവിലയേക്കാൾ കൂടുതൽ നൽകി ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നുമുള്ള ആരോപണങ്ങളും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 21 നൽകിയ പരാതിയെക്കുറിച്ച് 4 മാസത്തിനിടെ ഒരു തവണ പോലും പരാതിക്കാരനെ വിളിച്ച് വിജിലൻസ് അന്വേഷിച്ചിട്ടില്ല. പരാതിയുടെ തൽസ്ഥിതി അറിയാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോൾ ഏപ്രിൽ 19 വിജിലൻസ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: തുടർ നടപടി സ്വീകരിച്ചു വരികയാണ്. നടപടികൾ പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നിർവാഹമില്ല എന്നായിരുന്നു അന്ന് മറുപടി നൽകിയിരുന്നത്. CPMൽ തുടരുന്നതിനേക്കാൾ മറ്റ് സാധ്യതകളെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് ദിവ്യ ഇപ്പോൾ പുതുവഴികൾ തേടുന്നതെന്നാണ് ഷമാസ് പറയുന്നത്. സംസ്ഥാനം മുതൽ ദേശീയതലം വരെയുള്ള BJP നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടിയാലോചനകളും നടന്നതായി ഇത്തരമൊരു നീക്കം നടന്നതുകൊണ്ടാണ് സർക്കാരിന് അവരെ സഹായിക്കേണ്ടി വന്നതെന്നും ഷമാസ് ആരോപിക്കുന്നു.